അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി.ഒ. സൂരജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും. ഇതു സംബന്ധിച്ച കത്ത് വിജിലൻസ് ബാങ്കുകൾക്ക് നൽകി. റെയ്ഡിൽ കണ്ടെത്തിയ സ്വത്തുക്കൾ സംബന്ധിച്ച വിവരങ്ങൾ തൃശൂർ വിജിലൻസ് കോടതിയിൽ വിജിലൻസ് സമർപ്പിച്ചു. അതേസമയം അനധികൃതമായി താൻ സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്നാണ് സൂരജിന്റെ വാദം. സൂരജിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞു. സൂരജിനെതിരെ കർശന നടപടി വേണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് V.S. അച്യുതാനന്ദനും ആവശ്യപ്പെട്ടു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തെളിവ് നശിപ്പിക്കാതിരിക്കാൻ സൂരജിനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന ശുപാർശയാണ് വിജിലൻസ് സർക്കാരിന് സമർപ്പിക്കുക. വരുമാനത്തിലും വളരെയധികം സ്വത്ത് സൂരജ് സമ്പാദിച്ചതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സൂരജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിലും ലക്ഷങ്ങൾ കണ്ടെത്തി. സംസ്ഥാനത്ത് റിലയൻസിന്റെ 4G കേബിളുകൾ ഇടുന്നതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന രേഖകളും വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു. ഇതുൾപ്പെടെയുള്ള രേഖകൾ തൃശൂർ വിജിലൻസ് കോടതിയിൽ ഉടൻ സമർപ്പിക്കും. അതേസമയം താൻ അനധികൃതമായി സമ്പാദിച്ചിട്ടില്ലെന്നും തന്റെ സ്വത്തിനെല്ലാം വ്യക്തമായ രേഖകളുണ്ടെന്നും ടി.ഒ. സൂരജ് പീപ്പിളിനോട് പറഞ്ഞു. ചിലർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നതാണെന്നും സൂരജ് ആരോപിച്ചു. തനിക്കും കുടുംബാംഗങ്ങൾക്കും കൂടി 50 ലക്ഷം രൂപയോളം പ്രതിശീർഷ വരുമാനമുണ്ട്. ബാങ്ക് വായ്പ കൂടി തരപ്പെടുത്തിയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചതെന്നും സൂരജ് പറഞ്ഞു. 23 ലക്ഷം രൂപ എന്റെ കൈവശം ഉണ്ടായിരുന്നു. അത് എന്റെ സഹോദരി പുത്രിയുടെ, എന്റെ മരുമകളുടെ വിവാഹം ഡിസംബർ 7-നാണ്. അവര് രണ്ടുപേരും വിദേശത്താണ്. അവര് വിവാഹ ആവശ്യത്തിനായിട്ട് വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. അവര് സ്ഥലം വിൽക്കാനായിട്ട് എഗ്രിമെന്റ് വെച്ച് കിട്ടിയ പണം അവര് അതിഥികളെ ക്ഷണിക്കാൻ പോകുന്ന അവസരത്തിൽ എന്നെ ഏൽപ്പിച്ചതാണ്. ഒരു സഹോദരി വിവാഹ ആവശ്യത്തിന് പോകുമ്പോൾ പണം സൂക്ഷിക്കണമെന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരനോടൊന്ന് പറയുമ്പോൾ ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതാണ് പണമെന്ന് ഞാൻ വിജിലൻസ് സാരോട് പറയുകയും ചെയ്തിരുന്നു. അതിന് അവർ എഗ്രിമെന്റ് വെച്ച എഗ്രിമെന്റിന്റെ രേഖകളുണ്ട്, അവർക്ക് കിട്ടിയ പണത്തിന്റെ രേഖകളുണ്ട്. സൂരജിനെതിരായ അന്വേഷണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അറിയിച്ചു. കേസിൻ്റെ ഭാഗത്തിൽ ഒരു അന്വേഷണം നടക്കുന്നതിനിടയ്ക്ക് കയറി എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം പറയുന്നത് ശരിയാണോ? അത് അതിൻ്റെ നിയമപരമായ നടപടികൾ അല്ല. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നിയമത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകും. അതിനകത്ത് ഗവൺമെൻറ് ഒരിക്കലും ഇടപെടുന്നതല്ല. എന്നാൽ ടി.ഒ. സൂരജിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് V.S. അച്യുതാനന്ദനും ആവശ്യപ്പെട്ടു. വളരെ കർശനമായിട്ടും ഉള്ള നടപടി എടുക്കേണ്ടതാണ്. അയാളെ സസ്പെൻഡ് ചെയ്ത് വളരെ അടിയന്തിരമായി തന്നെ അന്വേഷണം ആരംഭിക്കേണ്ടതാണ്. ഇപ്പോഴേതായാലും തെരുവ് സഹിതം വീടുകളും ആഫീസുകളും എല്ലാം പരിശോധിച്ച് അയാളുടെ അഴിമതി തന്നെ തെളിവുകളോടുകൂടി പിടിച്ച് അതെല്ലാം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരിക്കുന്ന അവസരത്തിൽ ഇനിയിപ്പോൾ സംശയമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. നടപടിയെടുത്താൽ മതിയാകും. ആരാണോ ഗവൺമെൻറ്റിൽ നടപടിയെടുക്കുന്നതിന് തടസ്സം ചെയ്യുന്നത് അവരെ നേരിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എന്നുള്ള നിലയിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. ടി.ഒ. സൂരജിന്റെ സ്വത്ത് സമ്പാദനത്തിൽ ലീഗ് നേതൃത്വത്തിന് കൈകഴുകാനാവില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി, തിരുവനന്തപുരം. ടി.ഒ. സൂരജിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് ആഭ്യന്തരമന്ത്രി പോലും അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി V.K. ഇബ്രാഹിം കുഞ്ഞ്. സൂരജിനെ ലീഗ് സംരക്ഷിക്കില്ലെന്നും ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. അങ്ങനെയല്ല, മന്ത്രി ആഭ്യന്തരമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അറിയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സൂരജ് ഒരു ഉദ്യോഗസ്ഥൻ മാത്രം. ലീഗുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ല. അദ്ദേഹം പല മുന്നണികൾ ഈ സംസ്ഥാനം ഭരിച്ചപ്പോൾ ഒക്കെ പല വകുപ്പിലും സേവനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ സംരക്ഷിക്കണം? ആർക്കും ആരെയും സംരക്ഷിക്കാൻ സാധിക്കില്ല. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി.ഒ. സൂരജിനെതിരായ നടപടികൾ തിരക്കിട്ടെടുത്തത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണെന്ന് വ്യക്തമാകുന്നു. ടി.ഒ. സൂരജിന് എതിരായ ഉത്തരവ് സർക്കാർ പൂഴ്ത്തി. കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിലെ ഉത്തരവാണ് സർക്കാർ പൂഴ്ത്തിയത്. 2013 ഡിസംബർ 19-നായിരുന്നു ടി.ഒ. സൂരജിന്റെ അനധികൃത സ്വത്ത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകിയത്. കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പിനിരായവർ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന ടി.ഒ. സൂരജ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും പരാതിക്കാരെ അനാവശ്യമായി കേസിലേക്കും കോടതിയിലേക്കും വലിച്ചിഴച്ചുവെന്നും ഹൈക്കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ 11 മാസമായി സർക്കാർ അന്വേഷണം ഒന്നും നടത്തിയില്ല. അന്വേഷിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സർക്കാർ പൂഴ്ത്തി.
കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന CBI ചോദ്യം ചെയ്യാൻ ടി.ഒ. സൂരജിന് നോട്ടീസ് നൽകിയതോടെയാണ് സർക്കാർ നടപടി തുടങ്ങിയത്. ചോദ്യം ചെയ്യാൻ CBI വിളിപ്പിച്ച അതേ ദിവസം രാവിലെ മുതൽ ടി.ഒ. സൂരജിന്റെ വീടുകളിലും ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടന്നു. അതോടെ ചോദ്യം ചെയ്യൽ മുടങ്ങി. CBI ചോദ്യം ചെയ്താൽ ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കുള്ള പങ്കാളിത്തം പുറത്തുവരുമെന്ന് ഭയന്നാണ് വിജിലൻസ് റെയ്ഡെന്ന് ഭൂമി തട്ടിപ്പിനിരയായവർ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ CBI നോട്ടീസ് അയച്ച് ഇദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഉന്നതരുടെ പേരുകൾ പുറത്തു വരുമെന്ന് ഗവൺമെൻറ് ഭയക്കുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു കൈകഴിവൽ നയമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ലാൻഡ് റവന്യൂ കമ്മീഷണർ ഓഫീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, റവന്യൂ മന്ത്രിയുടെ ഓഫീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി PK ഗിരിജ തുടങ്ങി ചില മിടുക്കരായിട്ടുള്ള ആളുകൾ, പിന്നെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി, ഇവരിലേക്കൊക്കെയാണ് ഈ സംഗതി ചെന്ന് നിൽക്കേണ്ടിയിരുന്നത്. CBI ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ടി.ഒ. സൂരജ് അഴിമതിക്കാരനാണ് വരുത്തി തീർക്കുക. അതോടെ ടി.ഒ. സൂരജിന്റെ മൊഴി അസാധുവാക്കാൻ കഴിയുമെന്നും തട്ടിപ്പ് നടത്തിയവർ കണക്ക് കൂട്ടുന്നു. അടുത്ത മാസം 31 മുമ്പ് അന്വേഷണ റിപ്പോർട്ട് CBI കോടതിയിൽ സമർപ്പിക്കണം. NV ബാലകൃഷ്ണൻ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കളമശ്ശേരി ഭൂമി തട്ടിപ്പിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന ടി.ഒ. സൂരജിന് പങ്കുള്ളതായി തനിക്ക് അറിയില്ലെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും കുറ്റക്കാരെ കോടതി കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകുമല്ലോ. അതിനകത്ത് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകാരെ CBI ആണെങ്കിൽ അന്വേഷണം നടക്കുന്ന ഉദ്യോഗസ്ഥർ അവർ കണ്ടു എത്തി അവർ തെറ്റുകാരാണോ എന്നതിനെക്കുറിച്ച് കോടതി നിശ്ചയിക്കും. തൽക്കാലം എൻ്റെ കൈവശം യാതൊരു തെളിവുകളോ അല്ലെങ്കിൽ സൂചനകളോ ഒന്നും തന്നെ എൻ്റെ കൈവശമില്ല. ബാർക്കോഴയിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം വൈകുന്നത് എന്തെന്ന് ഹൈക്കോടതി. സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അഴിമതി കേസുകളിൽ 15 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യം എന്തെന്നും കോടതി ചോദിച്ചു. അഴിമതി കേസുകളിൽ പരാതി ഉയർന്നാൽ 15 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കുകയോ ഒരാഴ്ചയ്ക്കകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയോ വേണമെന്നാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ നിർദ്ദേശം. ഈ നിർദ്ദേശം പാലിക്കപ്പെടാത്തത് എന്തുകൊണ്ടെന്ന് ഹൈക്കോടതി ചോദിച്ചു. സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാതിരിക്കാൻ പ്രത്യേക സാഹചര്യം വല്ലതുമുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അക്കാര്യം വ്യക്തമാക്കാനും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് AM ഷഫീഖ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. കേസിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ അവസരം ലഭിച്ചില്ലെന്ന് പരാതി ഉണ്ടാകരുതെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ ഒരാഴ്ചയ്ക്കകം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി വ്യക്തമാക്കി. ഇതേ തുടർന്ന് കേസ് അടുത്ത മാസം 2-ന് വീണ്ടും പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. മന്ത്രി KM മാണി കോഴ വാങ്ങിയെന്ന ബാറുടമ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നുള്ള വിജിലൻസ് അന്വേഷണം നിയമപരമല്ലെന്നും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ വിജിലൻസിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് VS സുനിൽകുമാർ MLA സമർപ്പിച്ച ഹർജിയിൽ കോടതി വാദം കേട്ടു. ബാർ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ മന്ത്രി ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടിന് തെളിവില്ലെന്ന് സർക്കാർ ഇന്നലെ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താതെ സാക്ഷികൾക്ക് വേണ്ടി സർക്കാർ കാത്തിരിക്കുകയാണെന്നുമായിരുന്നു സുനിൽകുമാറിന്റെ വാദം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജനപക്ഷയാത്രയ്ക്ക് സംഭാവന നൽകിയ തൃശൂർ ഓക്ട്രി ബാറിന്റെ ഉടമയെക്കുറിച്ചുള്ള ചോദ്യത്തോട് സുധീരന് മറുപടിയില്ല. ഓക്ട്രിയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് സുധീരൻ ഒഴിഞ്ഞുമാറി. സുധീരന്റെ ഭാര്യ സഹോദരിയുടെ വകയാണ് ഓക്ട്രി ബാർ എന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തായിരുന്നു. ജനപക്ഷയാത്രയ്ക്ക് സംഭാവന നൽകിയ ഓക്ട്രി ബാർ VM സുധീരന്റെ ഭാര്യ സഹോദരിയുടേതാണെന്ന വാർത്ത ഇന്നലെ പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. ബാർ ഉടമകളിൽ നിന്ന് സംഭാവന സ്വീകരിക്കില്ലെന്ന നിലപാട് സ്വീകരിച്ച സുധീരന്റെ ജനപക്ഷയാത്രയ്ക്ക് ഓക്ട്രി ബാർ ഉടമ 5000 രൂപ സംഭാവന നൽകിയത് വിവാദമായിരുന്നു. വാർത്ത പുറത്തുവന്നയുടൻ വിവാദത്തിൽ നിന്ന് തലയൂരാൻ സംഭാവന വാങ്ങിയ കോൺഗ്രസ് തിരുവല്ലോമല മണ്ഡലം പ്രസിഡന്റിനെ പുറത്താക്കിക്കൊണ്ടുള്ള നാടകവും അരങ്ങേറി. എന്നാൽ ഓക്ട്രി ബാറിന്റെ ഉടമ ആരാണെന്ന അന്വേഷണത്തിനൊടുവിലാണ് സുധീരന്റെ ഭാര്യ സഹോദരിയാണ് മാനേജിംഗ് പാർട്ണർ എന്ന വിവരം പുറത്തുവന്നത്. ബാർ ഉടമയിൽ നിന്ന് സംഭാവന വാങ്ങിയ വാർത്ത പുറത്തുവന്നയുടൻ തന്നെ തൃശൂർ DCCയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട സുധീരന്റെ വീര്യം ബാർ ഉടമയെക്കുറിച്ചുള്ള വാർത്തയിൽ പ്രകടമായില്ല. ഇതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതിരിക്കാനുള്ള ബുദ്ധിയും സുധീരൻ കാണിച്ചു. പോലൊരു സംഗതി നടക്കുമ്പോൾ പലരും വ്യാജ്യന്മാരുണ്ടാവും, പലരും ഈ അവസരം മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ആ ശ്രമം നടക്കുമ്പോൾ അതാത് തലത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ അവർ കോൺഗ്രസിലുണ്ടാവില്ല. സംഭാവന സ്വീകരിച്ച മണ്ഡലം പ്രസിഡന്റിനെ പുറത്താക്കാൻ സുധീരൻ കാട്ടിയ ധൃതിയും ഉടമസ്ഥനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തായപ്പോൾ പുലർത്തിയ മൗനവും രാഷ്ട്രീയ കേരളം വായിച്ചെടുത്തു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്രം ഇടപെടുന്നു. പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും യോഗം മറ്റന്നാൾ ചേരുമെന്ന് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രി ഉമാഭാരതി അറിയിച്ചു. പൊതുജനങ്ങൾക്കും അഭിപ്രായം അറിയിക്കാം. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141.8 അടിയായി.
മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്തുന്നതിനായി തമിഴ്നാട് ശ്രമം തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കിടെയാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ ഇടപെടാൻ സന്നദ്ധമാവുന്നത്. പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും യോഗം മറ്റന്നാൾ ചേരുമെന്ന് കേന്ദ്ര ജലവിഭവ മന്ത്രി ഉമാഭാരതി അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കും അഭിപ്രായം അറിയിക്കാമെന്നും കേന്ദ്രം വ്യക്തമാക്കി. അതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141.8 അടിയായി ഉയർന്നു. നീരൊഴുക്ക് ശക്തമായതാണ് ജലനിരപ്പ് വീണ്ടും ഉയരാൻ കാരണം. ജലനിരപ്പ് 142 അടിക്ക് മുകളിലെത്തിയാൽ അത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാകുമെന്ന് മേൽനോട്ട സമിതി അംഗം BJ കുര്യൻ പറഞ്ഞു. ഇത് സുപ്രീംകോടതിയിൽ ഉന്നയിക്കുമെന്നും BJ കുര്യൻ അറിയിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഹരിത ട്രൈബ്യൂണലിനെയും സുപ്രീംകോടതിയും സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഡാമിന്റെ ബലക്ഷയത്തെക്കുറിച്ചും ജലനിരപ്പ് ഉയരുന്നതിനെക്കുറിച്ചും സംസ്ഥാനത്തിന് വലിയ ആശങ്കയുണ്ടെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. സാധാരണ രീതിയിൽ ഡാം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞാൽ പോലും അസാധാരണമായ സിറ്റുവേഷൻ ഏത് സമയത്ത് വേണമെങ്കിലും വരാമല്ലോ. അപ്പോൾ നമ്മൾ അതുകൂടെ മുൻപിൽ കാണണം. ഏത് അസാധാരണമായ സാഹചര്യങ്ങളെയും താങ്ങാനുള്ള കഴിവ് ഡാമിന് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളെ ആങ്സൈറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതി. ന്യൂസ് ഡെസ്ക്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടി കവിഞ്ഞാൽ കൂടുതൽ ജലം കൊണ്ടുപോകുമെന്ന് തമിഴ്നാട്. തേനി ജില്ലാ കളക്ടറാണ് ഇക്കാര്യം അറിയിച്ചത്. It is a routine visit. As soon as it reaches 142, they will open the shutter. Shutter will be opened at 142. ക്ലീൻ പമ്പ എന്ന സന്ദേശവുമായി ചലച്ചിത്ര സീരിയൽ താരം കൗശിക് ബാബുവും സംഘവും പമ്പയിലെത്തി ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അന്ധവിശ്വാസത്തിന്റെ പേരിൽ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞ് പമ്പയെ മലിനമാക്കുന്നതിനെതിരെയുള്ള ബോധവൽക്കരണം കൂടിയായിരുന്നു ശുചീകരണ യജ്ഞം. ഉടൻ റിലീസിനൊരുങ്ങുന്ന വൈറ്റ് ബോയ്സ് എന്ന സിനിമയുടെ ശില്പികളും ക്ലീൻ പമ്പ ശുചീകരണ യജ്ഞത്തിൽ പങ്കുചേർന്നു. പരിശുദ്ധമായ പമ്പാ നദിയെ മലിനമാക്കരുതെന്ന സന്ദേശവുമായി ഒരു കൂട്ടം സിനിമാ പ്രവർത്തകർ പമ്പാ നദിയും പരിസരവും വൃത്തിയാക്കി. അന്ധമായ വിശ്വാസത്തിന്റെ പേരിൽ പമ്പാ നദിയിൽ ഉടുവസ്ത്രങ്ങൾ വലിച്ചെറിയുന്ന ഭക്തജനങ്ങൾക്ക് നൽകിയ താക്കീതുകൂടിയായിരുന്നു ഈ ശുചീകരണ യജ്ഞം. കലഞ്ഞൂർ ശശികുമാറും ശ്രീലകം സുരേഷും ചേർന്ന് നിർമ്മിച്ച് യുവനടൻ കൗശിക് ബാബുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി മേലിലെ രാജശേഖരൻ സംവിധാനം ചെയ്ത് ഉടൻ റിലീസിനൊരുങ്ങുന്ന വൈറ്റ് ബോയ്സ് എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് കെട്ടുനിറച്ച് പമ്പയിലെത്തി ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായത്. ഞങ്ങളൊരു ഏരിയ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഒരു കുന്നോളം തുണിയാണ് കിട്ടിയത്. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലേലം കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ അവർ വലിയ തുണികൾ മാത്രമാണ് വാരിയെടുക്കുന്നത്. ഈ ഒരു വലിയ ഒരു ദുരന്തം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതിന് മുന്നിട്ടിറങ്ങിയത്.